2-3 ദിവസമായിട്ട് നമുക്ക് അടുപ്പിച്ച് നോമ്പ് തുറയായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ബിരിയാണി, കട്ട്ലറ്റ്, സമൂസ എന്നുള്ള സാധനങ്ങളോടൊക്കെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ സമാധാനമായിട്ടുള്ള നൈസ് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 3-3:30 കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് പത്തിരിയും പിന്നെ പത്തിരി നീനൂട്ടിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ഗീ റൈസും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ നേരെ കിച്ചണിൽ കയറി ആകെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഉള്ളി നമ്മൾ കുനുകുനാ അരിഞ്ഞിട്ട് അത് അടുപ്പത്ത് വെച്ച് ഉള്ളിയും ഉലുവയൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ടു, മസാലപ്പൊടികളൊക്കെ ഇട്ട് വഴറ്റി, തേങ്ങാപ്പാലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നാടൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേഗം നമ്മളൊരു 2-3 കപ്പ് പൊടിയെടുത്ത് വാട്ടി കുഴച്ച് വന്നപ്പോഴേക്കും ഇതും എത്തിയിട്ടുണ്ട്. എന്തിനാ പ്രസ്സിൽ അമർത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അമർത്തി വെച്ച പത്തിരി ഞാൻ ഒന്നും കൂടി നൈസാക്കി പരത്തി ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ എത്രയായാലും എന്താ പറയുക, പത്തിരി ചിക്കൻ കറി മതി എന്നൊക്കെ വിചാരിച്ചെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡും മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ബ്രെഡ് പൊരി ഉണ്ടല്ലോ, സാധാരണ നോർമൽ ബ്രെഡ് പൊരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതും അതൊക്കെ പൊരിച്ച് ഈ ഒരു പത്തിരി ചുട്ടതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ഞാൻ അതങ്ങോട്ട് വറുത്ത് വെച്ചു കേട്ടോ. പിന്നെ നീനൂട്ടിക്കുള്ള ഗീ റൈസ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 6:30 ആകുമ്പോഴേക്കും മേശയിലും പുറത്ത് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസ് ഉണ്ടായാൽ പിന്നെ അതായിരുന്നു കേട്ടോ മുൻപന്തിയിൽ നിൽക്കുക. പത്തിരി ജസ്റ്റ് ഒന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ നീനൂട്ടിയാലും ഇതും ആയാലും പിന്നെ നെയ്ച്ചോറാണ് കഴിക്കുള്ളൂ. പിന്നെ അതും ചിക്കൻ കറിയൊക്കെ പാർന്ന് കഴിച്ച്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈത്തപ്പഴവും ബദാമും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇതായി നമ്മൾ ബ്രെഡ് പൊരിച്ചതിൽ ഒരു ബ്രെഡ് എടുത്തു. പിന്നെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ മില്ല് ഫുള്ളും കഴിച്ചത് ഞാൻ തന്നെ എന്നാണ് പറയാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതാണ് നമ്മൾ നോമ്പ് അങ്ങനെ തുറന്നിട്ടുണ്ട്. അങ്ങനെ 11ാമത്തെ നോമ്പും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കാനായിട്ട് ചായ എന്നെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നാരങ്ങ വെള്ളം ഉപ്പിട്ടതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാതും കഴിച്ച് കഴിഞ്ഞത് ആ പ്ലേറ്റൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ നീനുട്ടിയുടെ ഡ്യൂട്ടി അവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ പാത്രങ്ങളൊക്കെ കഴുകുക, ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് അവളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഞാനിതവിടെ നോമ്പ് തുറന്നാൽ പിന്നെ എന്നെ ഒന്നിനും പറ്റില്ല, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.